എവ്രിവൺ, എൻ്റെ ഈ വീഡിയോയിൽ ഞാൻ ഫുൾ A+ വാങ്ങാനുള്ള സ്റ്റഡി ടിപ്സാണ് തന്നത്. ആൻഡ് അതിൻ്റെ അകത്ത് ഞാൻ HSS ലൈവ് എന്ന് പറയുന്ന പോർട്ടലിനെ കുറിച്ചിട്ട് ഞാൻ അതിൽ പറഞ്ഞായിരുന്നു വേറൊരു സെപ്പറേറ്റ് വീഡിയോ ഉണ്ടാക്കാം, അതിനെ ഫുൾ എക്സ്പ്ലെയിൻ ആക്കി അതിനെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് കാണിക്കുന്നത്. അപ്പോൾ ആ വീഡിയോ ആണിത്. മേക്ക് ഷുവർ യു വാച്ച് ടിൽ ദി എൻഡ്. താങ്ക് യു. HSS ലൈവ് സൈറ്റ് കിട്ടാനായിട്ട് ജസ്റ്റ് ഗൂഗിളിൽ പോവുക ആൻഡ് സെർച്ച് hsslive.in. അപ്പോൾ ഈ കിട്ടുന്ന ഈ സൈറ്റാണ് നമ്മുടെ സൈറ്റ്. ഓക്കെ, അതിൽ കുറേ ആഡെല്ലാം ഉണ്ട്, അത് മൈൻഡ് ആക്കണ്ട. ഇതാണ് നമ്മുടെ പോർട്ടൽ. മേലിലുള്ള സാധനങ്ങൾ അതൊന്നും നമുക്ക് യൂസ്ഫുൾ അല്ല, ലൈക്ക് എന്താ ഹോം അതല്ല. നമുക്ക് ജസ്റ്റ് താഴെ സ്ക്രോൾ ചെയ്യുക ആൻഡ് ഇവിടെ നമുക്ക് കുറേ കാര്യങ്ങൾ കാണാം. വാട്ട്സ് ന്യൂ, ക്ലാസ് 11, ക്ലാസ് 12 അങ്ങനെയൊക്കെ കുറേ കാണാം. സോ ഈ വാട്ട്സ് ന്യൂ എന്ന് പറയുന്ന സാധനം തന്നെയാണ് ഇവിടെ കുറച്ചൊന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്താൽ ഈ കാണുന്ന സാധനങ്ങൾ. അതായത് നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പോസ്റ്റ് എന്താണ് അതൊക്കെയാണ് ഇവിടെ കാണുന്നത്. ആൻഡ് ഇതെന്ന് വെച്ചാൽ നമുക്ക് മെയിനായിട്ട് യൂസ്ഫുൾ ആവുക ബോർഡ് എക്സാം ടൈമിലാണ്. ലൈക്ക് ആ ഒരു ഫെബ്രുവരി ആ ടൈം ആകുമ്പോഴത്തേക്കും, മോഡൽ എക്സാം ടൈം ആകുമ്പോൾ തന്നെ അവർ ലൈക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ആ എക്സാമിന് റെലവൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസൊക്കെ പോസ്റ്റ് ചെയ്യും. ഓക്കെ, സോ അത് നല്ല യൂസ്ഫുൾ ആയിരിക്കും. ആ ടൈമിൽ ഇത് കോൺസ്റ്റൻ്റ്ലി ചെക്ക് ചെയ്യുന്ന നല്ല കാര്യമാണ്. ആൻഡ് ആ ടൈമിലേക്ക് അവർ ഒരു സബ്ജക്റ്റ്, അടുത്ത എക്സാം ഏതാണ് ആ സബ്ജക്റ്റ് അനുസരിച്ചിട്ട് അവർ ലൈക്ക് അങ്ങനെ കുറേ സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം കളക്ട് ചെയ്ത് ഒന്നിച്ചുള്ള ആ രീതിയിലൊക്കെ പോസ്റ്റ് ചെയ്യും. പിന്നെ ഇവിടെ കാണുന്നത് ക്ലാസ് വൈസ് ഉള്ള സാധനങ്ങളാണ്. അപ്പം ഇവിടെ തന്നെ ക്ലാസ് 11, 12 ആൻഡ് 10 ഉണ്ട്. ബട്ട് 10th അധികമില്ല, എന്നാലും ആവശ്യത്തിനുള്ള പോർഷൻസൊക്കെ ഉണ്ട്. അപ്പം നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ 11th പോയാൽ 11th സൈറ്റ് എടുത്താൽ 11th സൈറ്റ് എടുത്താൽ നമുക്ക് ഓരോ സബ്ജക്റ്റ് വൈസ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫിസിക്സിൻ്റെ നോക്കിയാൽ ഓരോ ടീച്ചേഴ്സ് പല ടീച്ചേഴ്സിൻ്റെ പല സ്ഥലത്തുള്ള ക്ലാസ് നോട്ട്സ്, ക്വിക്ക് റിവിഷൻ നോട്ട്സ്, പിന്നെ ഇങ്ങനെ എക്സാം ടിപ്സിൻ്റെ വീഡിയോ. അതിപ്പോൾ നമ്മൾ എക്സാം എങ്ങനെ എഴുതേണ്ടത്, ലൈക്ക് അത് ഇംഗ്ലീഷിന് അതുപോലെ ഉണ്ട്. അതൊക്കെ കാണുന്നത് നല്ലതാണ്. ലൈക്ക് 8 മാർക്സിന് ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ എഴുതണം ആ രീതിയിലുള്ള. പിന്നെ പ്രാക്ടിക്കൽസിനെ കുറിച്ച് ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ട്, വർക്ക് ഷീറ്റ്സ്, ഒരുപാട് സാധനമുണ്ട് ഇതിൻ്റെ അകത്ത്. ഓക്കെ, അങ്ങനെ അപ്പം ഇത് നമുക്ക് എന്താണ് ആവശ്യമുള്ളത് അതിന് ജസ്റ്റ് ഇങ്ങനെ എടുത്ത് നമുക്ക് ഇവിടെ പോയിട്ട് നമുക്കിത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ ബാങ്ക് എടുത്താൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അപ്പം വി ക്യാൻ ഡൗൺലോഡ് ഇറ്റ് ആൻഡ് സേവ്, നമ്മുടെ ഡിവൈസിൽ സേവ് ആവും. ആക്കണ്ട, ദാറ്റ്സ് ഇറ്റ്. അതുപോലെ തന്നെ നമുക്ക് ബാക്ക് അടിക്കാം. പിന്നെ 12th 10th ഒക്കെ ഉണ്ട്. പിന്നെ അത് ടെക്സ്റ്റ് ബുക്സ് എന്നും പറഞ്ഞിട്ട് ഇവിടെ കാണാം. ഈ ടെക്സ്റ്റ് ബുക്സ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാ ടെക്സ്റ്റും കിട്ടും. അതിൻ്റെ അകത്ത് പോയാൽ എല്ലാ ടെക്സ്റ്റും ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അത് പക്ഷേ 11th 12th മാത്രമേ ഉള്ളൂ. ഇൻ കേസ് ഇപ്പോൾ വേറെ നിങ്ങൾക്ക് സിബ്ലിങ്സ് ഉണ്ട് ചെറിയ ക്ലാസ്സിലുള്ള, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ സമഗ്ര പോർട്ടലുണ്ടോ, സമഗ്ര പോർട്ടലിൽ പോയാൽ ഇവിടെ ടെക്സ്റ്റ് ബുക്ക് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. നമുക്ക് ഇംഗ്ലീഷ് മീഡിയമാണ് വേണ്ടത്, ക്ലാസ്, സബ്ജക്റ്റ് അതൊക്കെ ഇട്ടാൽ നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കെല്ലാം കിട്ടും. ഇതല്ലാണ്ടും കുറേ സൈറ്റ് ഉണ്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നത്. ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. പിന്നെ ഇതിലുള്ളതെന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ബാങ്ക്. ഈ ക്വസ്റ്റ്യൻ ബാങ്ക് ആണ് നമ്മളുടെ ഹീറോ. ദിസ് ഈസ് ദി മോസ്റ്റ് യൂസ്ഫുൾ തിങ് എവർ. ലൈക്ക് ഒരു 2008 ഒക്കെ തൊട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും കമ്പൈൽ ചെയ്ത് അതിൻ്റെ ആൻസേഴ്സും ഉള്ള, ചിലതിന് ആൻസർ ഇല്ല, ചിലത് ആൻസർ ഉണ്ട്, ആ ടൈപ്പ് എല്ലാ ക്വസ്റ്റ്യൻസും ഉള്ളത്. ഈ സാധനം മാത്രം പഠിച്ചാൽ തന്നെ നമുക്ക് ഫുൾ മാർക്ക് വാങ്ങാം. ആ ടൈപ്പ് ഇറ്റ്സ് അത്ര യൂസ്ഫുൾ. ഇത് നോക്കാണ്ട് നിങ്ങൾ എക്സാം എഴുതാൻ പാടില്ല. ഇത് നമുക്ക് ഇപ്പം നമ്മൾക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ, ലൈക്ക് കഴിഞ്ഞ വർഷത്തേക്ക് ബോർഡ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമായിട്ടാണ് വേണ്ടെങ്കിൽ അങ്ങനെ ഡൗൺലോഡ് ചെയ്യാം. അല്ലാണ്ട് ഫുൾ എല്ലാം കൂടി കമ്പൈൽ ചെയ്ത ടൈപ്പ് ഉണ്ട്. അങ്ങനെ പല രീതിയിലുള്ള ക്വസ്റ്റ്യൻ ബാങ്ക്സ് ഉണ്ട്. ഇതെല്ലാം ഡൗൺലോഡ് ചെയ്ത് പഠിക്കണം. പിന്നെ ഉള്ളതൊന്നും നമുക്കങ്ങനെ യൂസ്ഫുൾ അല്ല. സോ ദിസ് ഈസ് ബേസിക്കലി ദി സൈറ്റ്. യാ, I hope it's helpful. Thank you and keep watching. Don't forget to subscribe to my channel.